ഗലാത്യർ അധ്യായം 4 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് 1. അവകാശി ബാലനായിരിക്കുമ്പോൾ അവൻ ആരിൽ നിന്ന് വ്യത്യസ്തനല്ല? ഉത്തരം അടിമയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2. അവകാശി ആരുടെ കീഴിലാണ്? ഉത്തരം രക്ഷിതാക്കളുടെയും കാര്യസ്ഥരുടെയും കീഴിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. നാമും മുമ്പ് എന്തിൻ്റെ അടിമകളായിരുന്നു? ഉത്തരം ലോകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 4. കാലപൂർത്തിയായപ്പോൾ ദൈവം ആരെ അയച്ചു? ഉത്തരം തൻ്റെ പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദൈവപുത്രൻ എങ്ങനെ ജീവിച്ചു? ഉത്തരം സ്ത്രീയിൽ നിന്ന് ജനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 6. ദൈവപുത്രൻ എന്തിൻ്റെ കീഴിൽ ജനിച്ചു? ഉത്തരം നിയമത്തിൻ്റെ കീഴിൽ. ക്വസ്റ്റ്യൻ നമ്പർ 7. നിയമത്തിന് കീഴിലുള്ളവരെ എന്തിനാണ് അവിടുന്ന് വീണ്ടെടുത്തത്? ഉത്തരം ദത്തുപുത്രം ലഭിക്കാൻ വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 8. നിങ്ങൾ പുത്രന്മാരായതിനാൽ ദൈവം ആരെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു? ഉത്തരം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ആത്മാവ് ദൈവത്തെ എങ്ങനെ വിളിക്കുന്നു? ഉത്തരം ആബാ പിതാവേ. ക്വസ്റ്റ്യൻ നമ്പർ 10. നിങ്ങൾ ഇനി എന്തല്ല? ഉത്തരം അടിമ. ക്വസ്റ്റ്യൻ നമ്പർ 11. നിങ്ങൾ ഇപ്പോൾ ആരാണ്? ഉത്തരം പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. പുത്രനാണെങ്കിൽ എന്താണ്? അവകാശിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദൈവത്തെ അറിയാതിരുന്നപ്പോൾ നിങ്ങൾ ആരുടെ അടിമകളായിരുന്നു? ഉത്തരം ദൈവമല്ലാത്തവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 14. നിങ്ങൾ ആരെ അറിയുന്നു? ഉത്തരം ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഗലാത്യർ വീണ്ടും എന്തിലേക്കാണ് മടങ്ങുന്നത്? ഉത്തരം ബലഹീനവും നിസ്സാരവുമായ തത്വങ്ങളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. അവർ എന്തൊക്കെയാണ് ആചരിച്ചിരുന്നത്? ഉത്തരം ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, വർഷങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 17. പൗലോസ് ആരെക്കുറിച്ച് എന്താണ് ഭയപ്പെട്ടത്? ഉത്തരം തൻ്റെ അധ്വാനം വ്യർത്ഥമായോ എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 18. പൗലോസ് ഗലാത്യരോട് എന്താകാൻ അപേക്ഷിക്കുന്നു? ഉത്തരം എന്നെപ്പോലെയാകുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗലാത്യർ പൗലോസിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ? ഉത്തരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 20. പൗലോസ് ആദ്യമായി സുവിശേഷം പ്രസംഗിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ശാരീരിക അസുഖം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഗലാത്യർ പൗലോസിനെ എങ്ങനെ സ്വീകരിച്ചു? ഉത്തരം ദൈവദൂതനെ പോലെയും യേശു ക്രിസ്തുവിനെ പോലെയും. ക്വസ്റ്റ്യൻ നമ്പർ 22. അന്ന് സാധ്യമായിരുന്നെങ്കിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? ഉത്തരം സ്വന്തം കണ്ണുകൾ പറിച്ചെടുത്ത് പൗലോസിന് നൽകുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. സത്യം പറഞ്ഞതിനാൽ പൗലോസ് അവരുടെ ശത്രുവായോ? ഉത്തരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 24. വ്യാജ ഉപദേശകർ എന്താണ് ആഗ്രഹിച്ചത്? ഉത്തരം ഗലാത്യരെ വേർതിരിച്ച് സ്വന്തമാക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. പൗലോസ് ഗലാത്യരെ എന്തെന്ന് വിളിക്കുന്നു? ഉത്തരം തൻ്റെ കുഞ്ഞുങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളുവോളം ഞാൻ എന്തനുഭവിക്കുന്നു? ഉത്തരം പ്രസവ വേദന. ക്വസ്റ്റ്യൻ നമ്പർ 27. നിയമത്തിന് കീഴിലായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്ത് കേൾക്കുന്നില്ല? ഉത്തരം നിയമം പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. അബ്രഹാത്തിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? ഉത്തരം 2. ഒരാൾ ആരിൽ നിന്നാണ് ജനിച്ചത്? ഉത്തരം അടിമ സ്ത്രീയിൽ നിന്ന്, അതായത് ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 30. മറ്റൊരാൾ ആരിൽ നിന്നാണ് ജനിച്ചത്? ഉത്തരം സ്വതന്ത്ര സ്ത്രീയിൽ നിന്ന്. ഉത്തരം സാറ. ക്വസ്റ്റ്യൻ നമ്പർ 31. അടിമ സ്ത്രീയുടെ പുത്രൻ എങ്ങനെ ജനിച്ചു? ഉത്തരം ജഡപ്രകാരം. ക്വസ്റ്റ്യൻ നമ്പർ 32. സ്വതന്ത്ര സ്ത്രീയുടെ പുത്രൻ എങ്ങനെ ജനിച്ചു? ഉത്തരം വാഗ്ദത്ത പ്രകാരം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഹാഗർ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം സീനായ് മലയും പഴയ നിയമവും. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്വതന്ത്ര സ്ത്രീ ആരെ പ്രതിനിധാനം ചെയ്യുന്നു? ഉത്തരം മുകളിലുള്ള ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 35. മുകളിലുള്ള ജെറുസലേം എങ്ങനെയുള്ളതാണ്? ഉത്തരം സ്വതന്ത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. അവൾ ആരുടെ അമ്മയാണ്? ഉത്തരം നമ്മുടെ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇസ്ഹാക്കിനെ പോലെ നാം ആരുടെ മക്കളാണ്? ഉത്തരം വാഗ്ദാനത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 38. ജഡപ്രകാരം ജനിച്ചവൻ ആരെ പീഡിപ്പിച്ചു? ഉത്തരം ആത്മാവിന് അനുസരിച്ച് ജനിച്ചവനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ഉത്തരം അടിമ സ്ത്രീയെയും അവളുടെ പുത്രനെയും പുറത്താക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 40. നാം ആരുടെ മക്കളല്ല? ഉത്തരം അടിമ സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 41. നാം ആരുടെ മക്കളാണ്? ഉത്തരം സ്വതന്ത്ര സ്ത്രീയുടെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 42. കാലം പൂർത്തിയായപ്പോൾ ദൈവം തൻ്റെ ദേശിനെ അയച്ചു. ഉത്തരം പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 43. ആത്മാവ് വിളിക്കുന്നത് ഡാഷ് പിതാവേ എന്നാണ്. ഉത്തരം ആബാ പിതാവേ. ക്വസ്റ്റ്യൻ നമ്പർ 44. നിങ്ങൾ ഇനി അടിമയല്ല ഡാഷ് ആണ്.
ഉത്തരം പുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. അബ്രഹത്തിന് ഡാഷ് പുത്രന്മാരുണ്ടായിരുന്നു. ഉത്തരം 2. ക്വസ്റ്റ്യൻ നമ്പർ 46. ഇസ്ഹാക്കിനെ പോലെ നാം ഡാഷിൻ്റെ അടിമകളാണ്. വാഗ്ദാനത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 47. ശരിയോ തെറ്റ്? ദേവപുത്രൻ നിയമത്തിൻ്റെ കീഴിൽ ജനിച്ചു. ഉത്തരം ശരി. ക്വസ്റ്റ്യൻ നമ്പർ 48. നാം ഇനി അടിമകളാണ്. ഉത്തരം തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ഹാഗർ സ്വതന്ത്ര സ്ത്രീയെ പ്രതിനിധാനം ചെയ്യുന്നു. ഉത്തരം തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 50. സാറ വാഗ്ദാനത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നു. ഉത്തരം ശരി. ക്വസ്റ്റ്യൻ നമ്പർ 51. നാം സ്വതന്ത്ര സ്ത്രീയുടെ മക്കളാണ്. ഉത്തരം ശരി. പ്രധാനപ്പെട്ട വചനങ്ങൾ. ഗലാത്യർ 4:4-5. കാലപൂർത്തിയായപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, നമുക്ക് ദത്തുപുത്രത്വം ലഭിക്കേണ്ടതിനായി. അടുത്തത് ഗലാത്യർ 4:6. ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു, അവൻ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. ഗലാത്യർ 4:7. അതിനാൽ നീ ഇനി അടിമയല്ല, പുത്രനാണ്. പുത്രനാണെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ്. ഗലാത്യർ 4:31. സഹോദരങ്ങളെ, നാം അടിമ സ്ത്രീയുടെ മക്കളല്ല, സ്വതന്ത്ര സ്ത്രീയുടെ മക്കളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.